അർജുനെ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. അപ്സരയും ശ്രീതുവും ശരണ്യയും ഒക്കെ അർജുനെ തിരഞ്ഞു നടക്കുന്നുണ്ട്. എല്ലായിടത്തും നോക്കി അവസാനമാണ് അവർ ഡെൻ റൂമിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നോക്കിയ സമയത്ത് അവിടെ കിടന്ന് പൊട്ടിക്കരയാണ് അർജുൻ. കാരണം എന്താണെന്ന് ശരണ്യ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ അർജുനെ കരയുന്നത്? അയ്യേ കരയേ, ചെറിയ പിള്ളേരെ പോലെ, എന്താ മാറ്റർ എന്ന് ചോദിക്കുന്നുണ്ട് അപ്സര. അപ്പോൾ ഒന്നും പറയുന്നില്ല. കുറേ സമയം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് അമ്മയെ മിസ്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മോതിരം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ വാങ്ങിക്കൊടുത്തൊരു മോതിരമാണ്. അപ്പോൾ ആ മോതിരത്തിന് നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീതു വന്നിട്ടുണ്ട് ആ സമയത്ത് അങ്ങോട്ട്. അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട്, എന്താണ് അർജുൻ, എന്താണ് പ്രശ്നം, എന്തിനാ കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഒന്നുമില്ല എന്നാണ് പറയുന്നത്. റസ്മിൻ വന്നിട്ട് ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട്. കുഴപ്പമില്ല, പോട്ടെ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു ദിവസമായിരുന്നു. അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ വീട്ടിലെ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ നന്നായിട്ടാണ് പെർഫോം ചെയ്തത്. പക്ഷേ അവർക്ക് ഒന്നാം സ്ഥാനം കൊടുത്തില്ല. അത് ചില വ്യക്തിവൈരാഗ്യങ്ങൾ പവർ ടീം ചെയ്തതാണെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമത്തിലാണ്. അപ്പോൾ അർജുനൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അർജുൻ്റെ ജാൻമണി കഥാപാത്രമൊക്കെ നന്നായിട്ടുണ്ടെന്ന് അവരെല്ലാവരും പറഞ്ഞു. ജാൻമണി തന്നെ അഭിനന്ദിച്ചതാണ്, നന്നായിട്ടുണ്ട് അർജുൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പോലും അവരെ കാര്യമായിട്ടൊന്നും മൈൻഡാക്കിയില്ല. ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ടണലിനാണ്. ഇത് അർജുൻ്റെ മനസ്സിന് നല്ലൊരു വിഷമമുണ്ട്. അതുപോലെ തന്നെ ശ്രീതു സിബിൻ്റെയൊക്കെ ടീമിൽ പോയിട്ടിരുന്ന് സംസാരിക്കുന്നതും, അതുപോലെ തന്നെ പവർ ടീം ഇന്നലെ ഡെൻ റൂം ക്ലോസ് ചെയ്തത് നന്നായി പോയി, അവർ ചെയ്തത് നല്ലതാണ്, പവർ യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതൊക്കെ അർജുന് നല്ല വിഷമമായിട്ടുണ്ട്. പിന്നെ അർജുൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ശ്രീതു പോയിട്ട് സിബിൻ്റെ അടുത്ത് ചോദിച്ചത്. കാരണം കയ്യിൽ കിസ് ചെയ്തതും അതുപോലെ തന്നെ ശ്രീധുവിനെ ഒരു ഡെമോ ആക്കി വെക്കുന്നതൊക്കെ ശ്രീധുവിന് ഇഷ്ടമല്ല എന്നുള്ള പറഞ്ഞ കാര്യം ശ്രീധു പറയുന്നുണ്ട്. അതെനിക്കിപ്പോൾ ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്, കൺഫ്യൂഷനിലാണ് ഞാൻ. കാരണം പുള്ളി എന്നെ തങ്കച്ചിയായിട്ടാണ് കാണുന്നത്, സിസ്റ്ററായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് ആകെ വിഷമത്തിലാന്ന് പറഞ്ഞു. അപ്പോൾ അർജുൻ്റെ ഇൻഫ്ലുവൻസിലാണ് ശ്രീധു അങ്ങനെ പോയി ചോദിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം മുതൽ തന്നെ അർജുനൊരു വിഷമമുണ്ട്. പിന്നെ ശ്രീധുവിൻ്റെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ആ സമയം മുതൽ സംസാരിക്കുന്നത്. ആണെങ്കിലൊക്കെ ലൈവിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അർജുൻ വലിയ താല്പര്യമില്ലാത്ത പോലെ, അവർ തമ്മിൽ എന്തോ ഒരു പ്രോബ്ലം ഉള്ള പോലെ തുറന്ന് സംസാരിക്കാത്ത പോലെയാണ് സംസാരിക്കുന്നത്. ഒരുപാട് മാറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി രാത്രി വളരെയധികം വിഷമമായിട്ടാണ് തോന്നുന്നു. അർജുൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്സരയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശ്രീതു പുറകെ നടന്നിട്ട് ഒരുപാട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ അർജുൻ എന്നൊക്കെ ചോദിച്ച് വാഷ്റൂമിൻ്റെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല, അർജുൻ ഒന്നും പറയുന്നില്ല. എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇനി എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേ എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അർജുന ഒന്നും അങ്ങ് വിട്ട് പറയുന്നില്ല.